രാജേട്ടൻ അടിപൊളിയായിട്ടുണ്ട്. കാരണം നമ്മള് ഇതുപോലെ ആടുജീവിതത്തിലാണ് കണ്ടത്. ഇപ്പൊ കാണുമ്പോൾ വേറൊരു വ്യത്യാസമുള്ള റോളിലാണ് ചെയ്യുന്നത്. അതും സക്സസ് ആണ്. അപ്പം പുള്ളിയുടെ സെലക്ഷൻ ഓഫ് മൂവീസും അവരുടെ പ്രൊഡക്ഷനും ഒക്കെ അടിപൊളിയാണ്. ഭയങ്കര സന്തോഷം. കാരണം കുറെ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരുപാട് ആൾക്കാർ തിയേറ്ററിൽ വന്നിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്യുന്നത് കാണുന്നത്. ഇതിനു മുന്നേ പ്രേമലും ഒക്കെ വരുമ്പോഴാണ് ഒരു ആവേശത്തിനും അങ്ങനെ ഒരു നമ്മുടെ സിനിമയ്ക്ക് അതുപോലത്തെ ഒരു ക്രൗഡും അതും അവരുടെ ഓരോ അഭിപ്രായങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ അവരുടെ സന്തോഷമൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം. അല്ല, നമ്മൾ ഒരുപാട് സിനിമകൾ ഇപ്പൊ ഇറങ്ങുന്ന സിനിമകൾ നമ്മൾ അതൊക്കെ സക്സസ് ആവുന്നത് നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അപ്പൊ ബിക്കോസ് നമ്മളും കൂടെ പാർട്ടായിട്ടുള്ള ഇൻഡസ്ട്രിയാണ്. നമ്മളുടെ ഒരു സിനിമ അതുപോലെ എല്ലാവരും ആൾക്കാരെ സ്വീകരിക്കുന്നു, അതുപോലെ എൻജോയ് ചെയ്യുന്നത് കാണുമ്പോൾ വലിയ സന്തോഷം. മൗത്ത് പബ്ലിസിറ്റിയാണ് ഈ സിനിമയുടെ മെയിൻ ആയിട്ട് നടന്നിരിക്കുന്നത്. കാരണം കണ്ടവരെല്ലാവരും അഭിപ്രായം പറയുന്നു, ഇഷ്ടപ്പെടുന്നു, അവർ ചിരിക്കുന്നു, അവർക്ക് ഫാമിലി ആയിട്ട് പോയിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് കാണാൻ പറ്റുന്നു എന്ന് പറയുമ്പോൾ അതാണ് അതിന്റെ പബ്ലിസിറ്റി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മനസ്സിലായില്ല. അവരുടെ ഹാപ്പിനെസിന് വേണ്ടിയിട്ടാണല്ലോ നമ്മളൊരു കോമഡി സിനിമ എടുക്കണത്. കോമഡി സിനിമ എടുക്കുമ്പോൾ അത് ആൾക്കാർ ചിരിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന സിനിമയാണ്. അപ്പൊ അവരത് കണ്ട് ഹാപ്പി ആവുന്നത് കാണുമ്പോൾ നമുക്ക് സന്തോഷമല്ലേ ഉണ്ടാവുള്ളൂ. അവരോട് എന്തുകൊണ്ട് ഈ പടം കാണാൻ വന്നെന്ന് ചോദിച്ചപ്പം വിപിൻ ദാസ് എന്ന ഡയറക്ടർ അതുകൊണ്ടാണ് ഞങ്ങൾ ഈ സിനിമ കാണാൻ വന്നതെന്നാണ് തമിഴ് ഓഡിയൻസ് പറഞ്ഞത്. അപ്പൊ അതിനെ പറ്റി ആസ് എ ഡയറക്ടർ സിനിമ കണ്ടാൽ മതി എല്ലാവരും, അത് സന്തോഷം. ഓക്കെ, ഈ ഓഡിയൻസിന്റെ റെസ്പോൺസ് കാണുമ്പോൾ എന്താ ഫീൽ ചെയ്യുന്നത്? എനിക്ക് അത് തന്നെ ഭയങ്കര സന്തോഷമാണ്. നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ വന്നു എന്ന് പറഞ്ഞാൽ സന്തോഷമുണ്ട്. കാര്യം സിനിമ തിയേറ്ററിൽ നിറഞ്ഞ് കാണാമെന്നുള്ളതാണ് നമ്മളൊരു ആഗ്രഹം. അത് നടക്കുന്നുണ്ട്. അപ്പൊ ഇപ്പോഴത്തെ ഒരു നിലവിലുള്ള ഒരു ട്രെൻഡാണ് പഴയ സോങ്ങുകൾ വീണ്ടും കൊണ്ടുവരുന്നത്. അപ്പം ഈ സിനിമയിൽ അത്തരത്തിലൊരു സോങ് കൊണ്ടുവന്നിട്ടുണ്ട്, അത് വീണ്ടും ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനത് പണ്ടുപോലെ ചെയ്യുന്നുണ്ട്. 2016 ഫസ്റ്റ് മൂവി മുതൽ ഇതുണ്ട്. ഞാനത് പുതിയ ചെയ്യുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് എനിക്കത് യൂസ്ഡ് ആണ്. അതിപ്പോ ട്രെൻഡിങ് ആയെന്ന് തോന്നുന്നു. പക്ഷെ ഞാൻ പണ്ട് മുതലേ ചെയ്യുന്നുണ്ടല്ലോ, ഇതൊരു പുതിയതായിട്ട് തോന്നിയിട്ടില്ല. പൃഥ്വിരാജ് ആരാധകരൊക്കെ പറയുന്നത് രാജുവേട്ടന് കോമഡി ചെയ്യാൻ പറ്റില്ലെന്നുള്ള പറയുന്നവരുടെ വായ അടപ്പിക്കുന്ന സിനിമയാണ് ഇതെന്നാണ് എല്ലാവരും പറയുന്നത്. രാജുവേട്ടൻ അങ്ങനെയൊന്നുമില്ല, പുള്ളിക്ക് നന്നായിട്ട് കോമഡി ചെയ്യാൻ പറ്റും. നമ്മൾ കൃത്യമായിട്ട് യൂസ് ചെയ്യുന്ന പോലെ വർക്കാവുന്നതാണ് തോന്നുന്നത്. എന്താ പറയാ, ഈ സിനിമയിൽ ഏറ്റവും നന്നായിട്ട് കോമഡി തിരിക്കുന്നത് പൃഥ്വിരാജാണെന്ന് എല്ലാവർക്കും അറിയാലോ. പിന്നെ അങ്ങനെ സംശയമേ വേണ്ട. രാജുവേട്ടൻ ഇന്റർവ്യൂലൊക്കെ പറഞ്ഞത് കോമഡി എനിക്ക് അധികം ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ അതുകൊണ്ട് ഡയറക്ടറിനെ ഫുള്ളി ട്രസ്റ്റ് ചെയ്തിട്ടാണ് ഈ സിനിമ ചെയ്തതെന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നില്ല. പുള്ളിയുടെ പുള്ളിയുടെ ഇൻപുട്ട് എന്തായാലും ഉണ്ടാവില്ല.